സാമ്പത്തികം, അവർക്ക് ക്യാഷോ സാമ്പത്തികമോ എന്തായിട്ട് ഒരാളായിട്ടെങ്കിലും ഒരു സ്നേഹമായിട്ടെങ്കിലും അവർ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെ ഇനി നാളെ ഏച്ചിരുന്ന് കുറ്റം പറയില്ല. എൻ്റെ അമ്മ എനിക്ക് ഇത്രയും പറയാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ് ചെയ്യാൻ മറക്കണ്ട എന്നുള്ളതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബിഗ് ബ്രേക്കിംഗ്. കിച്ചു. ആരാണ് കിച്ചു? കിച്ചു നമ്മുടെ സുധിയുടെ മകനായ കിച്ചു ബിഗ് ബോസിലേക്ക് ആണോ? അങ്ങനെ കുറെ ന്യൂസ് വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. അതിന് മുമ്പേ ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിനോട് കൂടി ബിഗ് ബോസ്, അതായത് ഓണം കഴിഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, ഓണം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് തുടങ്ങുന്നത്. ഫസ്റ്റ് വീക്ക് ആയിരിക്കും എന്ന് കരുതുന്നു. അങ്ങനെയാണ് നമുക്കൊരു ഇത് കിട്ടുന്നത്. അതുമല്ല ഈ പറയുന്ന നമ്മുടെ അഗ്നിപരീക്ഷ ഈ മാസം ഏതാണ്ട് പകുതിയോടുകൂടി, ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി അഗ്നിപരീക്ഷ തുടങ്ങാനുള്ള ചാൻസ്, ചിലപ്പോൾ ഫസ്റ്റ് വീക്ക് തൊട്ടൊക്കെ തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഓഗസ്റ്റ്, അതായത് ഇപ്പൊ ജൂലൈ അല്ല, ഓഗസ്റ്റ് തുടങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അത് പലരെയും കോളുകൾ വിളിക്കുന്നത് 3 സെക്ഷനായിട്ടാണ് അവർ ഈ പറയുന്ന ആൾക്കാരെ വിളിച്ചു തുടങ്ങിയത്. ആരെയൊക്കെ? ആദ്യം ഈ പറയുന്ന ഏഷ്യാനെറ്റ് ഡയറക്റ്റായിട്ട് വിളിച്ചു, പിന്നീട് മൈജിയിൽ നിന്ന് വിളിച്ചു, പിന്നെ വൈറ്റ് ഗോൾഡ്, അങ്ങനെ 3 സെക്ഷനായിട്ട് വിളിച്ചു. 3 സെക്ഷനിൽ നിന്ന് കുറച്ച് ആൾക്കാരെ എടുക്കും കേട്ടോ. എല്ലാവരെയും ഒരിടത്തുനിന്ന് തന്നെ എല്ലാവരും എടുക്കുന്ന അങ്ങനെ കുറച്ചെടുത്ത് എന്ന് വെച്ചാൽ ഇതൊക്കെ പ്രൊമോഷൻ ആണല്ലോ. വൈൽഡ് ഗോൾഡിൽ നിന്ന് തന്നെ ഒരു വ്യക്തി വരിക, അത് അവർ ആഗ്രഹിക്കുന്നു. അത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള അവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ 2-3 വരെ വെച്ചൊക്കെ എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ വീഡിയോ കോൾ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇവർക്കൊരു ഡയറക്റ്റ് മീറ്റിങ്ങിന് പലർക്കും പിന്നീട് മെസ്സേജ് വന്നിട്ട് പലരെയും വിളിച്ചിട്ടുണ്ട്. എനിക്ക് 10-10 തീയതിക്ക് ശേഷം ഒരുപാട് പേർക്ക് ഇതുപോലെ 10, 11, 12, 13, 14, 15 അങ്ങനെ രീതിയിൽ പല ദിവസങ്ങളിലായിട്ട് അവരുടെ ഈ ഒരു പിന്നീട് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചത്. ഈ സത്യം പറഞ്ഞാൽ അതൊരു ഇന്റർവ്യൂ അല്ല, അതൊരു ഷൂട്ടാണ്. ഷൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ഷൂട്ട് ചെയ്യും, അതൊരു പ്രൊമോ ആയിട്ട് വരും. എനിക്ക് തോന്നുന്നത് അതിനകത്ത് നിന്നാണ് നിങ്ങൾ ഇന്നാണോ ഔട്ടാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ക്ലിയർ ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന മുമ്പത്തെ അഗ്നിപരീക്ഷ, അതായത് നമ്മുടെ തെലുങ്കുലെത്തോളം അഗ്നിപരീക്ഷ ആ ഒരു എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കാം ആ ഒരു ഷൂട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചൊക്കെ നടക്കുമെങ്കിൽ ഒരു 5-6 പേരെ ഇതിനകത്ത് ബിഗ് ബോസിനകത്തോട്ട് കയറ്റി വിടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത കിച്ചു, നമ്മുടെ സുധിയുടെ മകനായ കിച്ചു ബിഗ് ബോസിലേക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഇത് ഉണ്ടോ എന്ന് കേൾക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ പലർക്കും പൊള്ളും എന്നുള്ളതാണ് എനിക്ക് മറ്റൊന്ന് എടുത്ത് പറയാനുള്ളത്. പലർക്കും ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ ഇത്തിരി പൊള്ളും എന്നുള്ളത്. അപ്പൊ കുറെ അടുത്ത് ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട് കിച്ചു ബിഗ് ബോസിലേക്ക് എന്നുള്ളത്. അതിനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വട്ടം നമ്മുടെ രേണു സുധി ഇതുപോലെ നമ്മളെല്ലാവർക്കും, അത് നമ്മൾ ഈ പ്രഡിഷൻ ലിസ്റ്റുകാർ പ്രഡിഷൻ ഇടുമ്പോൾ ആൾക്കാർ കൂടുതൽ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം കിച്ചുവിന് ഇഷ്ടപ്പെടുന്നവർ ഇതിൽ കുറേ കമന്റുകൾ ഇടണമെന്ന് വെച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ ലൈക്ക് നമുക്ക് തരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, വീഡിയോ ഹൈപ്പ് ചെയ്യണം, ഇതൊക്കെ അവർ നോട്ട് ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് എന്നവർ അറിഞ്ഞു കഴിഞ്ഞാൽ, കിച്ചു ബിഗ് ബോസിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവനെ വിളിക്കുമെന്നുള്ളതാണ്. കാരണം കാഴ്ചക്കാർ കൂടുതലുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ വിഷയം, അല്ലേ? അപ്പോൾ ഈ നമ്മുടെ ഈ വീഡിയോയിൽ കിട്ടുന്ന ലൈക്കൊക്കെ അവർ അതിൽ നോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, കിച്ചു വരാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും വിളിക്കുമെന്നുള്ളതാണ്. വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ കിച്ചുവിന്റെ വീഡിയോ ആയിക്കോട്ടെ, കിച്ചുവുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിക്കോട്ടെ, അത് വളരെ രീതിയിൽ റീച്ച് ആവുന്നുണ്ട്. അവനത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലൊരു ഭാവിയിൽ അവന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി മാറും. അത് ഇവന് അമ്മ പോയി അവിടെ ഇരുന്നത് പോലെ വാഴയാകാതിരുന്നാൽ മതി, ലാസ്റ്റ് ഇറക്കി വിടാതിരുന്നാൽ മതി എന്നുള്ളതാണ്. അമ്മയെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ മറ്റൊരു കേസ് പറയണം. ഈ പറയുന്ന അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന, അമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു അമ്മ തൂങ്ങിയൊക്കെയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് ഞാൻ രേണു വിളിച്ചു, രേണു ഇങ്ങനെ കിച്ചു കാരണം ഇങ്ങനെ ഫാനിൽ കിടന്ന് ഇങ്ങനെ ആടുകയായിരുന്നു എന്ന് പറഞ്ഞു. മാറി, നീ എവിടെ പോയി? നീ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പോയോ? പിന്നെ ഒരു കാര്യം, ഞാൻ മന്ദബുദ്ധി അല്ലാത്തത് കൊണ്ടും ഞാൻ അരിയാഹാരമാണ് കഴിക്കുന്നത് കൊണ്ടും അതവൻ സ്വയം പറഞ്ഞതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഉറപ്പായിട്ട് നിരന്തരം ബന്ധമുള്ള, റേണുവിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന, റേണുവിന്റെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് അറിയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴി കൊടുക്കുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം പറയുന്ന ഉറപ്പായിട്ടും അത് രേണു പറഞ്ഞിട്ട് തന്നെയായിരിക്കും. അതിന് പിന്നീട് അത് ഡിലീറ്റ് ചെയ്യാനും പിന്നെ രേണുവിന് അതിനെക്കുറിച്ച് ഫർദറായിട്ടൊന്നും പറയാതെ ഇരിക്കാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല, അത് നെഗറ്റീവായിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനെ കാട്ടി ഉൾട്ടയായിട്ട് ഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം രേണുവിന്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു, ഒരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പിന്നീട് കൂടുതൽ നമ്മൾ കുറ്റം പറയാൻ കാര്യങ്ങൾ നിന്ന് പോട്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് അങ്ങനെ പോട്ട്, നിങ്ങൾ പ്രാർത്ഥനയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ ആയി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് രേണു നോക്കിയാൽ രേണു കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട് കയറുന്നുണ്ട്. ഈ പറയുന്ന കമന്റ് ബോക്സ് നോക്കിക്കോട്ടെ, നല്ല രീതിയിൽ സപ്പോർട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ മകന് ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പണി കൊടുത്തത്. പക്ഷെ അത് ഉൾട്ടയായി. ഓക്കെ,
അതുവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് നല്ല കമന്റ് ഇട്ടുകൊണ്ടിരുന്നവരൊക്കെ ഉൾട്ടയായി. അതുവരെ വയ്യ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുന്ന ആൾ പെട്ടെന്ന് എണീറ്റ് കൊണ്ടുവന്നിട്ട് മറ്റതാണ് മറിച്ചതാണ്, ഞാൻ മറ്റതങ്ങനല്ല, നീ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ എന്നെ കാണാൻ വന്നില്ല എന്ന് പറയുന്നു, ബേബി പറയുന്ന പിന്നെ കിച്ചു അതിന് എന്തുകൊണ്ടാണ് ഞാൻ കാണാൻ പോകാത്തത് എന്നുള്ള രീതി പറയുന്നു, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടും ആൾക്കാർ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. പണ്ട് എനിക്ക് കിട്ടിയാലും അസുഖമായി കിടന്നപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സംഭവം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു ഒറ്റ കൈ ഒരു വജ്രായുധം എടുത്ത് പ്രയോഗിക്കുകയാണ്. എന്താണ്, ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു അല്ലെങ്കിൽ ഞാൻ തൂങ്ങി നിന്നു എന്നുള്ളത്. ഈ രേണു പറയാതെ അവൻ പറയുമെന്ന് വിശ്വസിക്കാൻ ഞാൻ മണ്ടനല്ല എന്നുള്ളതാണ്. പിന്നെ ഉൾട്ടയായപ്പോഴും അവന്റെ തലയിൽ വെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ രേണു അതിനുശേഷം ഇന്നലേക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ഒന്നും വായിക്കാൻ പറ്റത്തില്ല, എന്തിരുന്ന് ഞാൻ ആ പോസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. മനക്കരുത്ത് സ്നേഹിക്കാൻ അതായത് വല്ലവന്റെ വാക്ക് കേട്ട് പിന്നീട് തൂങ്ങാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രേണു അത്ര മോശമല്ല, രേണു അത്ര കേവലമല്ല എന്നുള്ള രീതിയിൽ മനസ്സിലായി. ഞാൻ അങ്ങനെ തൂങ്ങിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ, കാരണം അത് ഗതികെട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ അനുമോൾ അവിടെ പോയപ്പോൾ പോയി കാണുകയൊക്കെ, അനുമോൾ മാതലെ നൂറൊക്കെ പോയി കണ്ടപ്പോൾ അതിനുശേഷം അനുമോളുടെ ഒരു ബൈറ്റ് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ അതോട് വയ്ക്കാമേ. പിന്നെ ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോട്ടെ, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഡോക്ടേഴ്സൊക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് അനു അവിടെ പോയപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, നീ ഫോൺ യൂസ് ചെയ്യേണ്ട, നീ റീൽ എടുക്കേണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കേ വേണ്ട, ഡോക്ടർ വരെ കുറ്റം പറഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന കാരണം ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ടെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സമയമാണ്. അവർക്കൊരു ഒരു മനസ്സിനൊരു ഒരു സന്തോഷം കിട്ടുന്നത് ഈ പറയുന്ന റീൽ ഇടുമ്പോഴോ ഈ പറയുന്ന ഇൻസ്റ്റാ തുറക്കുമ്പോഴൊക്കെ ആയിരിക്കും. ഇത് ഓക്കെ, കുറ്റം പറയാൻ നിൽക്കരുത് എന്നുള്ളതാണ് പറഞ്ഞ മനസ്സിലാവും. നെഗറ്റീവ് പറയരുത് എന്നുള്ളതാണ്. താങ്കൾ എന്ത് ചെയ്യുക, താങ്കളുടെ അസുഖാവസ്ഥയെക്കുറിച്ച് പറയുക, താങ്കൾ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളൊക്കെ അതൊക്കെ ചെയ്യുക, ദൈവത്തെ ഓർത്ത് പിന്നെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പൊ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് തന്നെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. താങ്കൾ ആ സമയം വരെ കിച്ചുവിനെ എതിർത്തല്ലെങ്കിൽ കിച്ചുവിനെതിരായിട്ട് പറയുന്നത് വരെ താങ്കളെ ഒരൊറ്റ മനുഷ്യർ എതിർത്തില്ലല്ലോ. എല്ലാവരും താങ്കൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് വന്നതല്ലേ ഉള്ളൂ. എല്ലാവരും നല്ലൊരു മോട്ടിവേഷനാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പിന്നെന്താണ് നിങ്ങൾ റിക്കവറായി വരട്ടെ. താങ്കൾക്ക് മുമ്പ് ചെയ്ത വൃത്തികേടുകളെല്ലാം ആൾക്കാർ മറന്നു, എല്ലാവരും മറന്നുകൊണ്ട് താങ്കളെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ വെച്ച് താങ്കൾക്ക് ഇത് കുരുപൊട്ടി, താങ്കൾ വീണ്ടും ലവന്റെ മേഘത്തോട്ട് കയറി. അവൻ ഒത്തിരി നന്നായി വരുന്നുണ്ട്, അവന് കുറച്ച് എന്തോ ഓൺലൈൻ ബിസിനസ് എന്തോ കൂടെ, അത് കണ്ട് താങ്കൾക്ക് കുരുപൊട്ടിയതാണ്. ഓക്കെ, അവന് ആ സമയത്ത് എനിക്ക് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ട് നിൽക്കില്ല, ആ സമയത്ത് അവരൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഏക്ക് വന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തതാണ്. ഓക്കെ, അത് നെഗറ്റീവ്. ഞാൻ പറയും നിങ്ങൾ ഇൻസ്റ്റ ഉപയോഗിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തോ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാം, കാണാതെ നിങ്ങളുടെ വരുമാന മാർഗവും കൂടിയാണ്. പിന്നെന്താണ്, നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ഈ കുശുമ്പ്, പണ്ടത്തെ ഒരു ഇതുണ്ടല്ലോ കുശുമ്പ്, ആൾക്കാരെ നന്നാവുന്നത് കണ്ടുകൂടാതിരിക്കുക, തെറി വിളിക്കുക, പില്ല് വിളിക്കുക, ഭീഷണിപ്പെടുത്തുക, ആ സാധനം ഒന്നും ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള സാധനങ്ങളെ വരത്തുള്ളൂ എന്നതാണ്. അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് നല്ലതിനെ കുറിച്ച് മാത്രം നല്ലത് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ സീമ ജി നായരുണ്ടല്ലോ, പുള്ളിക്കാരി പോയിട്ട് അവളെ പോയി കാണുകയും പെട്ടിപ്പിടിക്കുകയും ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് രേണു തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സീമ ചേച്ചി എന്നെ കാണാൻ വന്നിരുന്നു, എന്നെ ചേർത്ത് പിടിക്കുന്നതിന് എന്റെ ഹൃദയത്തിൽ 1000 നന്ദി. ചികിത്സയ്ക്ക് വേണ്ടി ചേച്ചി നൽകിയ സഹായം മറക്കില്ല. ജീവിതത്തിൽ ചില സ്നേഹങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. എന്റെ പ്രയാസകരമായ ഈ സമയത്ത് എന്നെ നേരിൽ കാണാനും ധൈര്യം പകരാനും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും എത്തിയ സീമ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ചികിത്സയ്ക്കായി ചേച്ചി നൽകിയ വിലമതിക്കാനാവാത്ത സഹായം കൂടുതലും ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ സ്നേഹവും പിന്തുണയും എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നു. എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നു, പിന്തുണയ്ക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് ഏറ്റവും വലിയ ശക്തിയാണ്. എല്ലാവരുടെ സ്നേഹവും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടുണ്ട്. ഇതുപോലെ പലരും വരുമ്പോൾ പോസ്റ്റ് ഇട്ടുണ്ട്. ഈ പോസ്റ്റ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. സീമാറിനെ ഞാൻ ഒരിക്കലും കുറ്റം പോലെ, കാരണം അവർ ഒരുപാട് ഇതുപോലെ ഈ പറയുന്ന ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ ഒരുപാട് പോയി സഹായിക്കും. അവരെ കൂട്ടത്ത് നല്ല രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് അവരെ കുറ്റം പറയുന്നത് ഞാൻ രേണുവിൻ്റെ അടുത്ത് പറയണം. ഇതുപോലെ പലരെയും പ്രശംസിച്ചുകൊണ്ട് താങ്കൾ പല പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്.
അവരെയൊക്കെ വാതോരാതെ പ്രശംസിച്ചുകൊണ്ട് പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം തിരിഞ്ഞു വന്ന് ഇവരെ തന്നെ കുത്തരുത്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. താങ്കളുടെ ആ ഒരു ജീൻ അനുസരിച്ച്, താങ്കൾ ഇതുവരെ ചെയ്തു വന്നിരുന്ന രീതി അനുസരിച്ച് താങ്കൾക്ക് ആരൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ ഒരു സമയത്ത് താങ്കൾ തിരിച്ചു പറയുമെന്നുള്ളതാണ്. താങ്കളെ എത്രയും ഈ പറയുന്ന താങ്കളെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന താങ്കൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്നെങ്കിലും ഇനി നാളെ വന്ന് എന്തോ സഹായം ചെയ്ത് എനിക്ക് ഗുളിക വാങ്ങാൻ കിട്ടിയെന്ന് പറയും. നാളെ പറയും അയ്യ അത് കുറച്ച് പൈസയാണ്, അതെന്തൊരു ഒരു ഗുളിക എന്ന് പറയരുത് എന്നുള്ളതാണ്. മനസ്സിലായി? പലയിടത്തും നിങ്ങൾ അതാണ് നിങ്ങളുടെ ഒരു അവസ്ഥ. അത് ചെയ്യരുത് ദയവ് ചെയ്ത്. പലരെയും ആ ഒരു സീമാജി നായർ എന്ന് പറഞ്ഞാൽ അവർ പലരെയും ഇതുപോലെ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ പലരെയും കൊണ്ട് അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുകയും അവരെ കൂടെ ചേർത്ത് നിർത്തി അവർക്ക് ക്യാഷോ സാമ്പത്തികമോ എന്തായിട്ട് ഒരാളായിട്ടെങ്കിലും ഒരു സ്നേഹമായിട്ടെങ്കിലും അവർ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെ ഇനി നാളെ ഏച്ചിരുന്ന് കുറ്റം പറയില്ല. എൻ്റെ അമ്മ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വീഡിയോ. ഓക്കെ, അപ്പോൾ കിച്ചുവിന്റെ കേസ് ഇതാണ്. കിച്ചു വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ കമന്റും നിങ്ങളുടെ ലൈക്കും ഒക്കെ പോലെ ഇരിക്കും. പിന്നെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് എന്ന് പറയുന്നത് കിച്ചുവിന്റെ പ്രകൃതമാണ്. കാരണം അവന് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ആൾക്കാർ വരണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ബിഗ് ബോസിന് ആക്ട് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ആൾക്കാർക്ക് ഇഷ്ടമാണ്, അവിടെ വന്നിട്ട് വാഴ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം ഇവന്റെ സംസാര രീതി ഒരു ഗ്ലൂമി ടൈപ്പിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു വളരെ സൈലന്റ് ആയിട്ടുള്ള ടൈപ്പാണ്. അങ്ങനെ പെട്ടെന്ന് ഇപ്പോഴൊക്കെയാണ് ഒരുവിധമൊക്കെ വാ തുറന്ന് പ്രതികരിച്ച് തുടങ്ങിയത് എന്നുള്ളതുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു മയസുണ്ട്. കാരണം രേണു സുധീനും ഇതുപോലെ ഒരുപാട് പേര് ഒരുപാട് നെഗറ്റിവിറ്റി നിന്നതാണ്. അവിടെ വന്ന് മലമറിച്ച് കളയും എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് എടുത്തത്. അവിടെ വന്നിട്ട് എന്താണ് ഈ പെയിൻ പുല്ലൊക്കെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു തേങ്ങയില്ല, എന്ത് തത്തമ്മേ എന്ന് പറയുന്നല്ലാതെ വേറെ ഒരു തേങ്ങയും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് മനഃപൂർവ്വം എന്ത് ചെയ്തു, പിടിച്ച് നിർബന്ധപൂർവ്വം പുറത്തിറക്കി വിടേണ്ടതായിട്ട്. അപ്പൊ ആ ഒരു ഗതികേടിലേക്ക് പോകുമോ എന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, വരട്ടെ. വന്ന് അവന്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് അവനും ഈ പറയുന്ന ഒരു സെലിബ്രിറ്റി പരിവേഷത്തിലേക്ക് വരട്ടെ. ഒരുപാട് ഈ പറയുന്ന ഇനാഗുറേഷൻസ് കിട്ടട്ടെ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.